ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വർഷ വിക്രമിന്റെ കോടിക്കണക്കിന് പണം പോലീസിന് ഒറ്റുകൊടുത്ത് തകർത്തവളെ താലി കെട്ടിയത് തകർക്കാൻ തന്നെയായിരുന്നു. കേസൊക്കെ തെഞ്ഞു മാഞ്ഞു പോവും. കുറച്ചു കാലം കഴിയുമ്പോൾ നിനക്ക് പുറത്ത് വരികയും ചെയ്യാം. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ എന്താ? ഓക്കെ. ഇവൻ കാല് മാറോ? യവൻ മറ്റുള്ളവരെ പോലെയൊന്നും അല്ല. ഒരിക്കലും ചതിക്കില്ല. വിശ്വസിക്കാം. എന്നാ കൊള്ളാം. തലതിരിഞ്ഞ റാസ്കൽ. ഇവന് ഇതേ നരകത്തിലാ പോയി കിടക്കുന്നത്. ഫോൺ വിളിച്ചാലോട്ട് എടുക്കത്തുമില്ല. എന്നാ മിസ് കാൾ കണ്ടാ തിരിച്ചു വിളിക്കും, അതുമില്ല. ഇവനെയൊക്കെ നമ്പാൻ പോയ എന്നെ പറഞ്ഞാ മതിയല്ലോ. കൊല്ലപ്പെട്ട രാജീവിന്റെ കോടിക്കണക്കിന് രൂപയല്ലേ അവന്റെ കയ്യിലുള്ളത്, ആ സാഗറിന്റെ. കുടിച്ചു പെടുത്ത് കിടക്കുന്നുണ്ടാവും. ആക്സിഡന്റ് കേസിൽ നിന്ന് തല ഊരിയില്ലെങ്കിൽ ജയനകത്താവുന്നുള്ള ഒരു ഉറപ്പാ. അവനകത്തായാൽ പുറത്ത് വെക്കുന്ന ഞാൻ വെറും വട്ടപൂജ്യം. അതോർക്കാൻ കൂടി പറ്റുന്നില്ല. ഇനിയിപ്പോ ആരെയാണൊന്ന് ആശ്രയിക്കാനുള്ളത്? വാ 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 വാ. ഏൽപ്പിച്ച കാര്യം എന്തായാടോ? വല്ല നടന്നോ? ഒരാളിനെ കിട്ടിയിട്ടുണ്ട്. സാർ ഏൽപ്പിച്ച കാര്യം പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. ഓ ആണോ? അഡ്വാൻസും കൊടുത്തു കഴിഞ്ഞു. സമാധാനമായി. സാർ ഇനി ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. ഒരാളിനെ കൊണ്ട് കൊലക്കുറ്റം ഏറ്റെടുക്കുന്ന കാര്യമാണ് തന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞതും. വിശദമായിട്ട് പറയടോ. കൊലക്കുറ്റം ഏൽക്കാനും ജയിലിൽ കിടക്കാനും ഒക്കെ തയ്യാറുള്ളത് കൊണ്ടല്ലേ അയാൾ അഡ്വാൻസ് വാങ്ങിയത്. ആണോ? അയാൾ ഇതിൽ നിന്നും ഒരിക്കലും പിന്മാറില്ല. വിശ്വസിക്കാവുന്ന ആളിനെ തന്നെയാണോ താൻ കണ്ടെത്തിയിരിക്കുന്നത്? അതെ സാറേ. അയാളെ ഏൽപ്പിച്ച ജോലി അയാൾ കൃത്യമായി ചെയ്തിരിക്കും. ഭാവിയിൽ അയാളെ കൊണ്ട് യാതൊരു ഉപദ്രവവും സാറിന് ഉണ്ടാകാനും പോകുന്നില്ല. ഇനി ആർക്കെങ്കിലും സംശയം തോന്നി എതിർഭാഗം വക്കീലിനെ കൊണ്ട് വാദിപ്പിച്ചാലും അവന്റെ വായിന്ന് കമാന്നൊരു അക്ഷരം വരില്ല. എന്തുകൊണ്ട്? അയാൾക്ക് സംസാരശേഷി ഇല്ല സാറേ. എങ്ങനെയുണ്ട് എന്റെ ബ്രില്യൻസ്? താൻ വെറും സെക്രട്ടറി അല്ല, ജനിക്കാതെ പോയ എന്റെ കൂടപ്പിറപ്പാണ്. കുറെ ദിവസങ്ങളായി കരുണാകരൻ ആകെ മൂഡ് ഓഫിലാണ്. ഏതോ ഒരു കേസാണ് അവനെ സ്വൈര്യം കെടുത്തുന്നത്. ഞാൻ പോലും അറിയാൻ പാടില്ലാത്ത രഹസ്യം കണ്ടുപിടിക്കണം. സാർ, വർഷക്കുഞ്ഞെവിടെ? വർഷയെ കാണാനില്ല. കാണാനില്ലെന്നോ? സാറിത് എന്തൊക്കെയാ പറയുന്നേ? വർഷക്കുഞ്ഞിന് എന്തു പറ്റി സാറേ?
അത് ചോദിക്കാൻ നിങ്ങളാരാ? പോലീസോ? അല്ല സർ, വർഷക്കുഞ്ഞിന്റെ കുടുംബത്തോടൊപ്പം യാത്ര പോയിന്നറിഞ്ഞു. യാത്രയൊക്കെ കഴിഞ്ഞു വന്ന് കുഞ്ഞ് കുടുംബ വീട്ടിൽ തങ്ങിയോന്ന് അറിയാനാ. അതൊക്കെ വേലക്കാരി അറിയേണ്ട കാര്യം എന്താ? നാട് നീളെ പരസ്യപ്പെടുത്താനോ? ദേ, അടുക്കളക്കാരിയുടെ കാര്യം മാത്രം നോക്കിയാ മതി. എച്ചിൽ പാത്രം കഴുകുന്ന ജോലി. സാർ, നിക്കവിടെ. എങ്ങോട്ടാ? അടുക്കളയിലേക്ക്. വേണ്ട, ഇനി കുറെ ദിവസത്തേക്ക് ഇവിടെ വേലക്കാരിയുടെ ആവശ്യമില്ല. അയ്യോ സാറേ. വേണ്ടപ്പോ ഞാൻ വിളിച്ചറിയിക്കാം. ഇപ്പൊ പൊയ്ക്കോ. പോവാൻ. എന്താ പോകുന്നില്ലേ? പോവാൻ. ഇറങ്ങി പോവാൻ. വർഷ, വിക്രമിന്റെ കോടിക്കണക്കിന് പണം പോലീസിന് ഒറ്റുകൊടുത്ത് തകർത്തവളെ താലി കെട്ടിയത് തകർക്കാൻ തന്നെയായിരുന്നു. തെരുവിലെ അഴുക്ക് ചാലിൽ തീർക്കാൻ തന്നെ. പക്ഷെ ഇവളുടെ നിഷ്കളങ്കമായ സ്നേഹം, ആത്മാർത്ഥത, അനുസരണം, ഇതൊക്കെ അനാഥനായ എന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു. അവളെ ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചു. എന്റെ ഏറ്റവും വിലപ്പെട്ട സ്വത്തായി കണ്ട് ഞാൻ സംരക്ഷിച്ചു. അവളുടെ സ്നേഹം എനിക്ക് മാത്രം അവകാശപ്പെട്ടതായിരിക്കണമെന്ന സ്വാർത്ഥതയും വിശ്വാസവും എന്നെ ഒരു സംശയരോഗിയുമാക്കി. നീ എവിടാ? നീ എന്തിനെന്നെ കളഞ്ഞിട്ട് പോയത്? എന്റെ കുഞ്ഞിനെ പോലും തരാതെ നീ എന്തിനാ എന്നെ ഒറ്റപ്പെടുത്തിയത്? മാനത്തെ കൊട്ടാ